Hello, hi dears, welcome to Visual Babies World. ഇന്നൊരു പഴയകാല വിഭവമാണ് കേട്ടോ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊച്ചിയിൽ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ അതിങ്ങനെ അധികം കാണുന്നില്ല. അപ്പോൾ ആ വിഭവത്തിൻ്റെ പേര് ഇതാണ് പയർ നിറച്ചത്. അപ്പോൾ പയർ നിറച്ചതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെറുപയർ ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട ചെറുപയറാണ്. നന്നായിട്ട് അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ കഴുകി കല്ലൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു പാകത്തിനൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളവും ചേർക്കാം. വെള്ളം ഞാനിവിടെ ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കാൻ പാകത്തിനാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി ഇത് വേകാനായിട്ട് വയ്ക്കാം. ഒരു വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടും. അപ്പോൾ ഇതാ എനിക്കിവിടെ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കുഴഞ്ഞു പോയാലും പ്രശ്നമില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് കുഴഞ്ഞു പോയാലും പ്രശ്നമില്ല. ഇനി ശർക്കര എടുക്കാം. ശർക്കര ഇവിടെ ഒരു പകുതി ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനൊരു നല്ല ഫ്ലേവർ നൽകുന്നത് ഏലക്കയാണ്. അപ്പോൾ ഏലക്ക ഞാനിവിടെ ഒരു 3 എണ്ണം നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പയറിലേക്ക് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ തേങ്ങ കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് സ്റ്റൗവിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ആ ശർക്കര എല്ലാം ഒന്ന് ഉരുകിയെടുക്കാനായിട്ടാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പയർ നല്ലതുപോലെ വിളയിക്കണം എന്നില്ല കേട്ടോ. വിളയിച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ്, കുറച്ചും കൂടെ രുചി കൂടും. എന്നാലും ഇത് ആവശ്യത്തിനൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇനി അടുത്ത് നമുക്കൊരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് മൈദ ചേർക്കാം. മൈദ ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ചേർക്കുന്നത് ജീരകമാണ്. ഒന്ന് കൈകൊണ്ട് ഞെരുടിയ ശേഷം നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഈ മാവിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. മൈദയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പഞ്ചസാരയും വെള്ളവും എല്ലാം ചേർന്ന് നല്ലൊരു ദോശയുടെ പരുവമില്ലേ, ആ പരുവത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഗോതമ്പ് ദോശയൊക്കെ ചുടുന്ന ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല കനം കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരാൻ പാകത്തിന് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു വശം മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ പയർ വിളയിച്ച് വെച്ചിരിക്കുന്നത്. ഒരു 3 സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മടക്കി 2 വശവും മൊരിച്ചെടുക്കാം. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ പയർ നിറച്ചത്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. ഇത് കൊച്ചിക്കാരുടെ പഴയ കാലത്തെ ഒരു വിഭവമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.
യെല്ലോ കളർ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത്. മധുരവും ഉള്ളതുകൊണ്ട് നല്ലതുപോലെ അവർക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വിഭവം പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പയർ നിറച്ചത്. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. ഇഷ്ടമായെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. എന്നാലാണ് പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുള്ളൂ. അപ്പോൾ വീണ്ടും കിഡിലും റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.